ഹായ് മല്ലു മാസ്റ്ററിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കേരള അക്കൗണ്ട് കോഡ് വോളിയം 1. ഇത് നമ്മുടെ ഹയറിൻ്റെ ജനുവരി 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്ന അക്കൗണ്ട് ടെസ്റ്റ് ഹയറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഈ പുസ്തകങ്ങളിലെ ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ലെസൺസ് ഒക്കെ പോയി കാണുക. ഇനി നിങ്ങൾ എഴുതുന്നത് അക്കൗണ്ട് ടെസ്റ്റിൽ ഓവറായാലും ഹയറായാലും ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ പരിചയപ്പെട്ടിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ എൻ്റെ സർവീസ് റൂൾസിൻ്റെ ക്ലാസ്സുകൾ, ട്രഷറി കോഡിൻ്റെ ക്ലാസ്സുകൾ, ഫൈനാൻഷ്യൽ കോഡിൻ്റെ ക്ലാസ്സുകൾ, ഇതൊക്കെ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക, പ്രോത്സാഹിപ്പിക്കുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, വെയ്സ് ആൻഡ് മീൻസ് റെഫേഴ്സ് ടു. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. വെയ്സ് ആൻഡ് മീൻസ് എപ്പോഴും എക്സാമിനേഷൻ ചോദിക്കുന്നതാണ് ഈ പേപ്പറിൽ. ഓപ്ഷൻ സി, എ മെത്തേഡ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് സഫിഷ്യൻറ്റ് ക്യാഷ് ബാലൻസ് നോട്ട് ബിലോ ദ മിനിമം ലിമിറ്റ് സ്റ്റിപ്പുലേറ്റഡ് ബൈ RBI. രണ്ടാമത്തെ ചോദ്യം, ദ റോൾസ് ഓഫ് ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആർ. ഓപ്ഷൻ ഡി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. ദ ത്രീ ഈസ് ഇൻ ഓഡിറ്റ് ആർ. ഓപ്ഷൻ സി, എക്കണോമി, എഫിഷ്യൻസി ആൻഡ് എഫക്റ്റീവ്നെസ്. ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോ ലെസൺസിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ പോയി കാണുക കേട്ടോ. നാലാമത്തേത്, സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട്സ് ഓഫ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റ് ജനറൽ ആർ സബ്മിറ്റഡ് ടു ദ ഗവർണർ ടു ബി ലേഡ് ബിഫോർ. ഓപ്ഷൻ സി, സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അഞ്ചാമത്തെ ചോദ്യം, ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് എ സ്റ്റേറ്റ് vests with the. Option D, governor. ആറാമത്തെ ചോദ്യം, who is a friend, philosopher and guide of the Public Accounts Committee and the Committee on Public Undertaking. Option C ആണ് correct answer. Controller and Auditor General. Option 7, question number 7. The state shall provide free and compulsory education to children of the ages of. Option B ആണ് 6 to 14. എട്ടാമത്തെ ചോദ്യം, who has the authority to appoint Controller and Auditor General of India? Option C ആണ് പ്രസിഡന്റ് ആണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഒൻപതാമത്തേത്, which parliamentary committee consists of members entirely of ലോക്സഭയിലെ മെമ്പേഴ്സിനെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുണ്ടാക്കുന്ന കമ്മിറ്റി, അത് എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ ഡി. പത്താമത്തെ ചോദ്യം, the power to authorize a municipality to levy, collect and appropriate such taxes are made by. Option A ആണ് correct answer. Legislature of the state. പതിനൊന്നാമത്തെ ചോദ്യം, the fifth and last tier of classification in the accounts is. ലാസ്റ്റ് ടയറിൽ വരുന്നത് ഡീറ്റെയിൽഡ് ഹെഡ് ആണ്, ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പന്ത്രണ്ടാമത്തെ ചോദ്യം, recoveries on account of commuted value of pensions affected from other governments should be treated as. അത് ട്രീറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി ആണ്, റിഡക്ഷൻ ഫ്രം ഗ്രോസ് റെസീപ്റ്റ്സ്. പതിമൂന്നാമത്തെ ചോദ്യം, the administrative expenses of a high court including all salaries and allowances of judges and other officers and staff shall be. The option B ആണ്, charged upon the consolidated fund of the state. പതിനാലാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഫോർ കണ്ടക്ടിങ് ഇലക്ഷൻസ് ടു ദ പഞ്ചായത്ത്സ് ഈസ് അപ്പോയിന്റഡ് ബൈ. അവർ അപ്പോയിന്റ് ചെയ്യുന്ന ഗവർണറാണ്. ഓപ്ഷൻ ഡി. പതിനഞ്ചാമത്തെ ചോദ്യം, വെൻ ഡസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മേക്ക് എ പ്രൊക്ലമേഷൻ ഓഫ് ഫിനാൻഷ്യൽ എമർജൻസി. സാമ്പത്തിക അടിയന്തരാവസ്ഥ എപ്പോഴാണ് പ്രഖ്യാപിക്കുന്നതെന്നാണ്. ഓപ്ഷൻ സി ആണ്, വെൻ ഹി ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് എ സിറ്റുവേഷൻ ഹാസ് അറൈസൻ whereby the financial stability or credit of India or part of it is threatened. പതിനാറാമത്തെ ചോദ്യം, taxes collected by government are classified under. Option B ആണ്, the consolidated fund. പതിനാറാമത്തെ ചോദ്യം, the main classification in accounts is. main classification major head ആണ്. ഓപ്ഷൻ സി. പതിനെട്ടാമത്തെ ചോദ്യം, introduction of a major head of accounts requires the sanction of. ആരുടെ സാങ്ഷൻ ആണ് വേണ്ടതെന്ന്. ഓപ്ഷൻ എ ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം. പത്തൊമ്പതാമത്തേത്, എക്സ്പെൻഡിച്ചർ ഓഫ് ക്യാപിറ്റൽ നേച്ചർ ആർ യൂഷ്വലി മെറ്റ് ഫ്രം. ഓപ്ഷൻ ഡി, ബോറോഡ് ഫണ്ട്. ഇരുപതാമത്തെ ചോദ്യം, ഗവൺമെന്റ് അക്കൗണ്ട്സ് ആർ കെപ്റ്റ് ഇൻ. ഓപ്ഷൻ ബി, 3 parts. ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം, ഹൂ ഇസ് ദ അതോറിറ്റി ടു ഇൻസ്പെക്ട് എനി ഓഫീസ് ഓഫ് അക്കൗണ്ട്സ് അണ്ടർ കൺട്രോൾ ഓഫ് യൂണിയൻ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്സ്. അത് ഓപ്ഷൻ സി ആണ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. 22ാമത്തെ ചോദ്യം,
Who is responsible for appropriation audit? And option B ആണ് correct answer, controller and auditor general. 23ാമത്തെ ചോദ്യം, the Latin word audire means to hear. Option C. 24ാമത്തെ ചോദ്യം, who is the authority to sanction expenditure for consolidated or a contingent fund as per Article 77(3) of Constitution? Option A. President ആണ് അത് സാങ്ഷൻ ചെയ്യുന്നത്. 25ാമത്തെ ചോദ്യം, ഓഡിറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ഡാഷ് കൺട്രോൾ, ഫിനാൻഷ്യൽ കൺട്രോൾ. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള വേറൊരു ചോദ്യം. 26ാമത്തേത്, the Controller and Auditor General Act 1971 came into force from. Option C ആണ് 15th December 1971. ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡേറ്റ് ആണത്. 27ാമത്തെ ചോദ്യം, the Controller and Auditor General's duty and powers regarding audit are described in dash of C&AG's Act 1971. The correct answer option A ആണ് section 13, 16 and 17. 28ാമത്തെ ചോദ്യം, from 1977-78 onwards, the responsibility for compiling the accounts of the Union government was vested with Controller General of Accounts, Ministry of Finance. 29ാമത്തെ ചോദ്യം, net proceeds in relation to any tax or duty means the proceedings thereof. Option A, reduced by cost of collection. 30ാമത്തെ ചോദ്യം, the statement of closing balance of central government is sent each month by the central account section of Rule 31. Option C, Controller General of Accounts. 31ാമത്തെ ചോദ്യം, the establishment of Contingency Fund of India is narrated in Article dash of Constitution. Article 267. Option C ആണ് എൻ്റെ correct answer. 32ാമത്തെ ചോദ്യം, the mass of government accounts being of cash basis is kept on. Option B, single entry system. 33ാമത്തെ ചോദ്യം, government accounts which is kept on double entry system is to bring out die balance of account in regard to which government acts as. അത് ബാങ്കർ or remitter, lender, borrows ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ all the above ആണ് എൻ്റെ correct answer. 34ാമത്തേത്, the cadres of Accountant General's office were bifurcated into two, one for audit and the other for accounts and entitlement from date March 1st, 1984. അന്ന് മുതലാണ് ഇതിനെ അങ്ങനെ ബൈഫർക്കേറ്റ് ചെയ്തത്. 35ാമത്തെ ചോദ്യം, who is authorized to prepare the balance memorandum of a day in treasury normally? ബാലൻസ് മെമ്മോറാണ്ടം പ്രിപ്പയർ ചെയ്യുന്നത് ട്രഷറർ ആണ്. ഓപ്ഷൻ ബി. 36ാമത്തെ ചോദ്യം, an important function of audit in relation to borrowing of government to see that the process of loan is properly brought into account, the loan are expended for the objects for which the loan originally raised, arrangements are made for amortization of the debt. All the above ആണ് അതിന്റെ correct answer വരുന്നത്. 37ാമത്തെ ചോദ്യം, large departments like public works and forests having check drawing powers under monthly compile accounts to accountant general. Option A. 38ാമത്തെ ചോദ്യം, major headquarter number 4452 represents. Option C ആണത് capital accounts expenditure. 39ാമത്തെ ചോദ്യം, the main unit of classification. main unit അറിയാൻ നമുക്ക് major head ആണ്. Option B. 40ാമത്തെ ചോദ്യം, the annual account of government represents a fair and correct view of the financial stewardship of the government during the year. 41ാമത്തെ ചോദ്യം, the annual accounts of the central or state governments are prepared for the financial year running from 1st April to 31st March. 42ാമത്തെ ചോദ്യം, which the following departments settle the claims against it through checks? ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് ചെക്ക് കൊടുത്ത് സെറ്റിൽ ചെയ്യും. ഓപ്ഷൻ എ ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 43ാമത്തെ ചോദ്യം, the transactions relating to the contingency fund of a state are recorded under which part of the government accounts? ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ, പാർട്ട് 2. 44ാമത്തെ ചോദ്യം, the traveling allowance of an officer paid from general revenues when traveling on duty connected with a local fund is charged to. Option A, local fund. 45ാമത്തെ ചോദ്യം, which legislative committee examines the appropriation accounts, finance accounts and audit report?
പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 46ാമത്തെ ചോദ്യം, ബിൻ കാർഡ്സ് ഓഫ് സ്റ്റോഴ്സ് ഈസ് പോസ്റ്റഡ് ഫ്രം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഗുഡ്സ് റിസീവ്ഡ് ഷീറ്റ്സ് ആൻഡ് സ്റ്റോർ ഇൻഡൻസ്. ഒത്തിരി വട്ടം ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. 47ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫ്രോഡ്സ്? ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, വെദർ ദ എക്സസൈസ് ഓഫ് ഓർഡിനറി കോമൺ സെൻസ് and application of existing rules would not have rendered the fraud impossible. 48ാമത്തെ ചോദ്യം, the issue rate of an article is fixed. Option A, at the beginning of every financial year. 49th one, tools and plan indent is kept in dash parts. Option A, 3 parts എന്നാണ് അതിൻ്റെ ആൻസർ. 50ാമത്തെ ചോദ്യം, the price stores ledger is closed for both quantities and value at the end of each month. 51ാമത്തെ ചോദ്യം, who has the authority to open a new detailed head of account when absolutely necessary? The accountant general ആണ് അത്തരം സന്ദർഭങ്ങളിൽ അത് ഓപ്പൺ ചെയ്യുന്നത്. 52ാമത്തെ ചോദ്യം, how are irregular or unusual payment exhibited in the accounts? Option B, according to the nature of the expenditure. 53ാമത്തെ ചോദ്യം, who has the authority to proclaim emergency when the security of India is threatened by war or external aggression or armed rebellion? Option D ആണ് എൻ്റെ കറക്റ്റ് ആൻസർ, president. The chairman and members of a state public service commission shall be appointed by option A, governor. 55ാമത്തെ ചോദ്യം, what is the minimum age prescribed in the constitution to be entitled to register as a voter to the election to the House of People and to the Legislative Assembly? Option C, 18. Advocate General of a state shall hold office, option A, during the pleasure of the governor. 57ാമത്തെ ചോദ്യം, to whom does the Controller and Auditor General submit audit report relating to the Union? Option B, President. President ആണ് അത് കൊടുക്കുന്നത്. In a state having a legislative council, is it permissible under the Constitution to introduce money bill in a legislative council? Money ബില്ലുകൾ legislative council അല്ല പ്രസന്റ് ചെയ്യുന്നത്. It is not permissible. 59ാമത്തെ ചോദ്യം, which article of the Constitution stipulates that the annual financial statement be laid before the Legislative Assembly? The Constitutional Article 202. Option D. 60ാമത്തെ ചോദ്യം, the authority for formation of a new state or alteration of areas or boundaries or names of existing state is vested with. Option A, Parliament. അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ അധികാരമുള്ളത് പാർലമെന്റിനാണ്. 61ാമത്തെ ചോദ്യം, leave travel concessions is falls under the standard detail head of option A, salaries. 62ാമത്തെ ചോദ്യം, when any land or building is transferred from one service department to another under Kerala government for non-commercial purpose, the transfer should be made free of charge. Option C. 63ാമത്തെ ചോദ്യം, one of the following department is not a commercial department. Commercial department അല്ലാത്തത് option B, the forest department. 64ാമത്തെ ചോദ്യം, expenditure on refreshment served in interdepartmental meeting, conference etc. will be recorded under option A, hospitality expenses. 65ാമത്തെ ചോദ്യം, recoveries from private person or bodies including local funds should as a general rule be treated as option B, revenue. 66ാമത്തെ ചോദ്യം, finance bill containing the annual taxation proposal when considered and passed by legislature is known as option B, Finance Act. 67ാമത്തെ ചോദ്യം, methods of maintaining the government's daily cash balance a level sufficient to meet its requirement is called. അതിനെ നമ്മൾ പറയുന്നത് ways and means എന്നാണ്. ഓപ്ഷൻ ബി. 68ാമത്തെ ചോദ്യം, the process of resources operation is carried out by ചെയ്യുന്നത് കറൻസി ഓഫീസർ ഓഫ് RBI ആണ്. 69ാമത്തെ ചോദ്യം, after the audit reports, finance accounts and appropriation accounts have been placed before parliament. They are examined by, അത് എക്സാമിൻ ചെയ്യുന്ന പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ശ്രദ്ധിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 70ാമത്തേത്, in which year major exercise of departmentalization of accounts
covering all the ministerial and departments of union government undertaking. The 1976 option A. 71ാമത്തേത് every payment of money on government account involves certain principal processes. State the correct processes. Submission of claim, the disbursement of the money claimed, the incorporation of the transaction in the accounts. All the above. ഇതെല്ലാം അതിൻ്റെ പ്രിൻസിപ്പൽ പ്രോസസ്സിൽ വരുന്നതാണ്. 72ാമത്തെ ചോദ്യം, in the audit of sanction to expenditure, the guiding principles are that the expenditure is covered by the sanction, either general or special, that the authority according sanction is competent to do any virtue of powers, that the sanction is definite and needs no reference to the sanction authority or higher authority. ഓപ്ഷൻ ഡി നോക്കി ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഓപ്ഷൻ എയും ബിയും സി എല്ലാം കൂടി വരുന്നതാണ്. ഡി കൊടുത്തിരിക്കുന്നുണ്ട് എ ബി ആൻഡ് സി. 73ാമത്തേത്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഈസ് എംപവേർഡ് ടു ഓഡിറ്റ് grant in aid given to authorities or bodies as per section dash of controller and auditor general. Section 15. ഓപ്ഷൻ എ ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 74ാമത്തെ ചോദ്യം, in the case of departmental commercial undertaking, the responsibility for the introduction of commercial accounting system rests with the finance department in consultation with accountant general. Option C ആണ് അതിന്റെ correct answer. 75ാമത്തെ ചോദ്യം, the sources from which accounts along with the supporting documents based on which accountant general compile accounts from other AG. നോക്കിയത് district treasury or departments which are authorized to make payments through check. Interstate suspends accounts from other AG. Correct answer option D ആണ്, all the above. 76, the receipt and payment of monies on behalf of a state, its jurisdiction are ordinarily arranged through the dash of the state in which the transactions take place. Option B ആണ് the correct answer, accountant general. 77ാമത്തെ ചോദ്യം, complete accounts of the central government and each of the state government are maintained by which act as a general clearing house? Central account section of RBI. RBIയുടെ central account section ആണ് അതിന്റെ clearing house. 78ാമത്തെ ചോദ്യം, the combined finance and revenue accounts of the central and state government is required to submit to the president by president കൊടുക്കുന്നത് controller and auditor general. Option C ആണ് അതിന്റെ correct answer. 79ാമത്തെ ചോദ്യം, the operations of some departments of government include undertaking of commercial or quasi-commercial such character. The financial transactions of the undertakings are kept in the normal commercial form called, നമ്മൾ പറയുന്നത് പ്രൊഫോമ അക്കൗണ്ട്സ് എന്നാണ്. 80ാമത്തെ ചോദ്യം, accounting period of government accounts is stated in article dash of Kerala account code volume 1. article 21 ആണ്, ഓപ്ഷൻ ഡി. 81ാമത്തെ ചോദ്യം, provident fund subscription of government employees are credited in, option C, public account. 82ാമത്തെ ചോദ്യം, which is the fifth tier classification of government accounts? Option B, detail head. 83ാമത്തെ ചോദ്യം, which of the following is not included in consolidated fund? Option D, small savings. 84ാമത്തെ ചോദ്യം PSC തെറ്റുമുറി ഒഴിവാക്കിയിരിക്കുന്നതാണ്. 85ാമത്തെ ചോദ്യം, the cost of acquisition of land and structure will include dash category in standard detail head. Standard detail headൽ അത് മേജർ വർക്കോ അല്ലെങ്കിൽ മൈനർ വർക്കിന്റെ ഹെഡിലാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ. 86ാമത്തെ ചോദ്യം, ഡാഷ് നോട്ട്സ് ഇഷ്യൂഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ആർ അൺലിമിറ്റഡ് ലീഗൽ ടെൻഡർ. അൺലിമിറ്റഡ് ലീഗൽ ടെൻഡറിൽ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1 rupee. 87ാമത്തെ ചോദ്യം, എ കോൺട്രാക്ടർ ഈസ് കീപ്പിംഗ് ദ റണ്ണിംഗ് അക്കൗണ്ട് ഇൻ, ഓപ്ഷൻ ബി ആണ്, കോൺട്രാക്ടേഴ്സ് ലെഡ്ജർ. 88ാമത്തെ ചോദ്യം, സാങ്ഷൻ ഫോർ എസ്റ്റിമേറ്റ് ഓഫ് എ പബ്ലിക് വർക്ക് ബൈ എ കോമ്പറ്റന്റ് അതോറിറ്റി, ഇതിനെ നമ്മൾ പറയുന്നത് ടെക്നിക്കൽ സാങ്ഷൻ എന്നാണ്, ഓപ്ഷൻ എ. 89ാമത്തെ ചോദ്യം, അഗ്രികൾച്ചർ ഈസ് ക്ലാസിഫൈഡ് അണ്ടർ വിച്ച് ഹെഡ് ഓഫ് അക്കൗണ്ട്? ഓപ്ഷൻ സി, മേജർ ഹെഡിലാണ് അത് വരുന്നത്. 90ാമത്തെ ചോദ്യം, മന്ത്ലി റിട്ടേൺസ് ആൻഡ് ഫോർവേഡഡ് ടു അക്കൗണ്ടന്റ് ജനറൽ ഫ്രം ദ ട്രഷറി ഡസ് നോട്ട് ഇൻക്ലൂഡ്, അതിലെ ചലാൻ അക്കൗണ്ട് ആണ് വരാത്തത്, ഓപ്ഷൻ എ. 91ാമത്തെ ചോദ്യം, powers to enact law in any other matter which is not enumerated in state list and concurrent list vests with the parliament, option A. 92ാമത്തെ ചോദ്യം,
Advances for the purpose of meeting unforeseen expenditure pending authorization of such expenditure by state legislature is met from. ഉണ്ടോ? Unforeseen expenditure ഒക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടാണ് Contingency Fund of the State. ഓപ്ഷൻ സി ആണ് എൻ്റെ കറക്റ്റ് ആൻസർ. 91ാമത്തെ ചോദ്യം, എക്സ്പെൻഡിച്ചർ വിച്ച് അണ്ടർ ദ പ്രൊവിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് നോട്ട് സബ്ജക്ട് ടു ദ വോട്ട് ഓഫ് ലെജിസ്ലേച്ചർ ഈസ് കോൾഡ്. വോട്ടിംഗ് വേണ്ടാത്തത് അതിന് നമ്മൾ പറയുന്നത് ചാർജ്ഡ് എക്സ്പെൻഡിച്ചർ എന്നാണ്. ഓപ്ഷൻ എ. 94ാമത്തെ ചോദ്യം, നോ മണി ക്യാൻ ബി വിത്ഡ്രോൺ ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് അണ്ടിൽ ഡാഷ് ബിൽ ഈസ് പാസ്ഡ്. ഓപ്ഷൻ സി, അപ്രോപ്രിയേഷൻ ബിൽ. 95ാമത്തെ ചോദ്യം, മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് ഗവൺമെന്റ്സ് ഡെയിലി ക്യാഷ് ബാലൻസ് അറ്റ് എ ലെവൽ sufficient to meet its day-to-day requirements is treated as. Option B, ways and means. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ways and means പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, 2-3 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അത് അത്ര പ്രധാനപ്പെട്ടതാണെന്ന് അർത്ഥം, ശ്രദ്ധിച്ച് മനസ്സിലാക്കണം അത്. 96ാമത്തെ ചോദ്യം, പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ബിലോ ദ ഏജ് ഓഫ് 14 years ഈസ് ഇൻക്ലൂഡഡ് അണ്ടർ വിച്ച് ഫണ്ടമെന്റൽ റൈറ്റ് enshrined in the Constitution? Option D, right against exploitation. 97ാമത്തെ ചോദ്യം, the article that the state shall direct its policy towards securing that there is equal pay for equal work for both men and women are included in the Constitution under which heading? Option B ആണത്, directive principles. Executive power of the union is vested with whom? Option B, the president. 99ാമത്തെ ചോദ്യം, which among the following is not true in regard to the President of India? Option D another, the President after expiry of his term shall not continue to hold the office until his successor enters his office. And അദ്ദേഹം ഓഫീസ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. 100ാമത്തെ ചോദ്യം, the President if desires to resign shall submit his resignation to whom? പ്രസിഡന്റ് റിസൈൻ ചെയ്യണമെങ്കിൽ ആർക്കാണ് റെസിഗ്നേഷൻ കൊടുക്കേണ്ടതെന്നാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ഒരു ചോദ്യമാണ്. അതിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ദ വൈസ് പ്രസിഡന്റ്. അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറോട് അവസാനിക്കുകയാണ്. വീഡിയോ ഒക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക.